അമ്മയാ എന്തോ കരിഞ്ഞു പോയാ? എന്തെറ്റി? അത് ലാസ്റ്റ് കൃഷ്ണായപ്പോഴത്തേക്കും. സാരില്ല, നമുക്ക് ചോദിക്കാം. ശരത് സർ. മോളെ എന്താ സർ? ഇമോഷണൽ ആയി പോയോ? അത് കുഴപ്പമില്ല. എല്ലാവർക്കും നമുക്ക് ഭക്തി അതിൻ്റെ ഒരു എന്താ പറയണ്ട ആ ഒരു ഉന്നതിയിലെത്തുമ്പോൾ നമുക്കൊക്കെ കരച്ചിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പോയാൽ നമുക്ക് മറ്റേ ഡയറക്ടറുടെ പടം കിട്ടണേ കൃഷ്ണ എന്നൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് അവനെ കാണുമ്പോൾ ഒരു സാധനം തലേ വരത്തില്ല. നമ്മൾ പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഭഗവാൻ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇമോഷണലായി പോകും. ഇപ്രാവശ്യം ഞാൻ ഈ അടുത്ത് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയി. അപ്പോൾ മോക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കൊച്ചു ഒരൊറ്റ കരച്ചില്ല. പിന്നെ അവസാനം അവരോടുള്ള ഒരു തവണ കൂടെ കൊണ്ട് കൃഷ്ണനെ കാണിച്ചു. അത് അവൾക്കൊരു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി മോക്ക്. കുറേ സന്തോഷം. അപ്പം അത് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ഒന്ന് പാടാമോ? ഇങ്ങോട്ട് ഇറക്കിക്കോ മോളെ. അവിടെ തന്നെ നിൽക്കരുത്, അത് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അത് ഒറിജിനൽ കേട്ടാ. ആ ഗുഡ്. അത് കുറച്ചും കൂടെ ഫ്ലോ ആവാം മോളെ. കുറേം കൂടെ ഭക്തി. അല്ല അത്ര വലിക്കാനല്ല പറഞ്ഞ ഞാൻ മോളെ. അവനതിനൊരു ബലം പിടുത്തം അല്ലാതെ കുറച്ചും കൂടെ. നൈസ് 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 മോളെ. ഗുഡ് ഗുഡ്. മക്കളെ തളർന്നു കൃഷ്ണ. മോളെ ആ തളർന്നു എന്നുള്ള സ്ഥലത്ത് ഒരു തളർച്ച ഫീൽ ചെയ്യാം. എന്നൊരു വല്ലാണ്ട് തളർന്നല്ല, ആ ഒരു വികാരം ഒന്ന് ഇമോട്ട് ചെയ്താൽ മതി. ഒന്ന് പാടിക്കോ ഒന്നും കൂടെ. ഗുഡ് 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 മോളെ. ചേരും ഓടക്കുഴലിൻ്റെ അതെന്താണ് അവിടെ പറ്റിയത് കുഞ്ഞിന്? തുണ്ട് പല്ലവി പാടിയപ്പോ അത് തൊണ്ട. ഓക്കെ മോളെ. അതുപോലെ ഈ പാടി നിർത്തിയിട്ട് പിന്നെ ആ ഒരു ലൈൻ പാടുന്നില്ലേ, വാർമുകിൽ, അതിനെന്തിനാ അവിടെയൊക്കെ ശ്വാസം എടുക്കുന്നത്? അവിടെ കൊണ്ട് കൃത്യമായിട്ട് നിർത്തിയാൽ അത് പാടിക്കൂടെ? അതൊന്ന് പാടിയിട്ടൊന്ന് പാടിക്കാൻ മോളെ. അത് വല്ലാണ്ട് ശ്വാസം എടുത്തിട്ട് അവിടെ എടുക്കാൻ സ്ഥലമുണ്ടല്ലോ ഇഷ്ടം പോലെ. ശ്രീരാഗമേ നിന്നെ ഉണർത്താൻ മറന്നു കണ്ണൻ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. അത് മോള് പ്ലാൻ ചെയ്തോണം. അവർ ഇച്ചിരി വലിച്ച് ശ്വാസം എടുത്താലും മറ്റേ പാടാൻ പറ്റുന്നു. കാർമുകിൽ അങ്ങനെ ആക്കുമ്പോൾ അത് ഒരിച്ചിരി അത് ഒരു ഓടായിട്ട് ഫീൽ ചെയ്യും മോളെ കേട്ടാ. അത് ഈ ചെറുപ്പത്തിൽ. അതുപോലെ മോളെ തുടക്കം നിന്റെ നന്ദന ഇല്ല, അതോ നന്ദന എന്നാണ് തുടങ്ങുന്നത്? അങ്ങനെ തന്നെ നന്ദന. നിന്റെ പാടിയില്ല. നന്ദനം തൊട്ടേ വന്നുള്ളൂ. ഞങ്ങൾ പാടി നിന്റെ. അത് ആ സമയത്ത് ഇത് ഊരിപ്പോയായിരുന്നു. അപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല. അവിടം വരെ വായിച്ചു വന്നല്ലോ ഒരു നിന്റെ ഉണ്ടെന്നുള്ളത് ഓർക്കണ്ടേ. മറ്റേതപ്പോ അങ്ങനെ പാടി കൃത്യമായിട്ട്. മോളതൊക്കെ പറ്റും. ഇന്നിയറൊക്കെ എനിക്കൊരു സ്റ്റേജിൽ ഇന്നിയർ മൊത്തത്തിൽ ഓഫായി പോയി. എന്റെ ആ സ്റ്റേജിലാണെങ്കിൽ വെഡ്ജ് മോണ്ടറും ഇല്ല, സൈഡ് ഫില്ലും ഇല്ല. പക്ഷെ അന്നത്തെ പ്രോഗ്രാം ആയിരുന്നു ഏറ്റവും നല്ലത്. ഇതൊക്കെ മോള് നന്നായിട്ട് പാടിയിട്ടാ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം മോളെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക. അമ്മയാ. എന്താ സർ? അമ്മയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഒരു അപാര ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണ്. അതൊക്കെ മോള് നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു കേട്ടോ മോളെ. താങ്ക് യു സർ. അവസാനം എന്ത് പറ്റി എന്നുള്ളത് ആണ് നമ്മൾ ഒരു ചർച്ചയിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അവസാനം പറ്റിയത്? ഇമോഷണൽ ആയതാണോ അതോ ആ പിച്ച്
ഹിറ്റ് ചെയ്തതിന്റെ ആ നോട്ട് ഹിറ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും അതല്ല അത് കരഞ്ഞുപോയി. അത് ഞങ്ങൾ കണ്ടു കരഞ്ഞത്. അത് എന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്. അത് ഇതാണോ ഭക്തി അതാണോ അതോ പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആണോ? മ്യൂസിക് റിലേറ്റഡ് അല്ല. അല്ല, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അത് അറിഞ്ഞാൽ മതി. ഇത് ഹരി ഈ ഇന്നിയറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്നിയർ പോയ കാര്യം. എന്റെ ഫസ്റ്റ് പെർഫോമൻസ് ദുബായിൽ. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടില് മോണിറ്റേഴ്സ് വേണം, ഇതൊന്നും അറിയില്ല, സൈഡ് ഫിൽസ് ഇതൊന്നും അറിയില്ല, ഇതൊന്നും അറിയാത്ത ഒരു കാലം. ഫസ്റ്റ് പാട്ട് ഞങ്ങളാണ്, കുറെ ഹാർമണീസ് ഒക്കെ ഉള്ള പാട്ടാ. ആകെ ഈ പുറത്ത് ഓഫ് ആക്സസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്പീക്കറിന്റെ പിച്ചിലാണ് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കണേ. കാരണം അത് വേറെ ആയിരിക്കും, നമ്മുടെ ചെവി റിസപ്റ്റ് ചെയ്യുന്നത് വേറെയാണ്. ഇപ്പൊ ഈ ബസ് ഹോൺ അടിച്ചിട്ട് പോകുമ്പോഴ് ഒരു ഡോപ്ലർ ഫീൽ ഉണ്ടാവും. അപ്പൊ ഈ പുറത്തെ പിച്ചിലാണ് ഞങ്ങൾ ഇവിടുന്ന് പുറകിൽ വന്നുകൊണ്ട് പാടണേ. പിച്ച് ഔട്ട്, അതായത് ഹാർമണീസും എല്ലാം ആളുകൾ കൂവി 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 എന്താണ് ഈ കാണിക്കണത്. അതൊരു സ്ലോ സോങ്. എനിക്കൊന്ന് അൽനാസർ ലെഷർലാൻഡിൽ ഇങ്ങനത്തെ ഒരു കൂവൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. അപ്പോഴാണ് അടുത്ത ആള് കേറിയിട്ട് പുള്ളി പാടി തുടങ്ങി. അഫ്സൽ കെ ആണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ പാടിയിട്ട് 1 മിനിറ്റ് ഇത് മോണിറ്റേഴ്സ് ഓഫ് ആണേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയ്യോ ഇത് ഓഫായിരുന്നു കളിയാ. അപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പിടിയിട്ടണേ. അല്ല പാറു, ഈ വിചാരിക്കുന്ന പോലല്ല, ഈ മോണിറ്റേഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിലേ ഇടപാട് തീരും. അനുഭവം ഉണ്ട്. പിന്നെ മാക്ട എന്ന് പറഞ്ഞ മാക്ടയുടെ ആദ്യത്തെ പ്രോഗ്രാം കൊച്ചിയില്. അപ്പൊ അത് വലിയൊരു ഭീകര ഗ്രൗണ്ടിൽ അങ്ങേറ്റത്തൊരു ചെവരുണ്ട്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും വിഷമിച്ചതുകൊണ്ട് അത് ഒരു ഓർമ്മയുണ്ട്, അതേ ഓർമ്മയുള്ളൂ. അപ്പൊ അതിന് പോയി നമ്മുടെ ഹിസൈൻ എസ് അബ്ദുള്ള റിലീസായ സമയമാണ്. അപ്പൊ ഞാനും രവീന്ദ്രൻ മാഷും കൂടെ ദേവസഭാതലം സ്റ്റേജിൽ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ കൂളായിട്ട് പാടിക്കുക. ഞാൻ പറഞ്ഞു ഏറ്റു മാഷേ, നമ്മൾ മാഷുള്ളപ്പോൾ നമുക്ക് അത്ര ധൈര്യമാണ്. കയറി അങ്ങ് തുടങ്ങി ആലാപ്. ഇപ്പൊ ആലാപ് തുടങ്ങി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ തവല കിടതക്ക് എന്ന് പറഞ്ഞു, ഈ കിടത വായിച്ചിട്ട് ഒരു കിടത കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മോണിറ്റർ ഇല്ല, അപ്പുറത്തുനിന്ന് ഒരു കിടത തട്ടി കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതാണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞു പോകത്തില്ലേ, മനുഷ്യനല്ലേ. അപ്പം രാജാമണിച്ചേട്ടനാണ് കണ്ടക്ട് ചെയ്തത്. ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത്, മണിച്ചേട്ടാ മോണിറ്റർ ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ വന്നത് അങ്ങ് കൈ കാണിക്കുക, ഞങ്ങളൊക്കെ പാടിക്കോളാമെന്ന്. മണിച്ചേട്ടൻ വന്നില്ല. മണിച്ചേട്ടൻ ഞങ്ങളുടെ പുറകെ നിന്ന് ആ സമയത്ത്. ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പിൽ മഞ്ജു വാര്യരും ബിന്ദുജ മേനോനും ഡാൻസ് ഉണ്ട്. അവരുണ്ട്. അപ്പൊ ആലാപ് തന്നെ കുറച്ച് നീണ്ട് രവീന്ദ്രൻ ഇംപ്രവൈസ് ചെയ്ത്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചൊറിഞ്ഞൊക്കെ നിൽക്കുക. അവര് ദേവസഭാതലം തുടങ്ങി. ദേവസഭാതലം കേട്ട് തിരിച്ചു. പിന്നെ ഞങ്ങള് ബാത്റൂമിലൊക്കെ പോയിട്ട് അത്ര ഈ മഞ്ജുവാര്യരൊക്കെ കാല് പൊക്കിട്ട് ഇങ്ങനെ നിക്കുക. നമ്മളൊരു അടുത്ത സമം പിടിച്ചാലേ മഞ്ജുവിന് കാല് താഴെ വെക്കാൻ പറ്റൂ. ബിന്ദുജാമേനൊക്കെ അടപ്പ് ധരിച്ചു. കാര്യം എന്താ ഫുള്ള് ദേവസഭാതലം കളിക്ക, സ്ലോ മോഷൻ. അവസാനം ഒരു കാലൊക്കെ നമ്മൾ പോയി പിടിച്ച് താത്തി വെക്കേണ്ട ഒരു സ്ഥിതിയായി. ആ ബിന്ദുജാമേനൻ എന്നെ നോക്കിട്ട് ഒരു പാട്ട്, ഒരു ന്യായമായിട്ടുള്ള സ്പീഡ്, അത് ഒരു അത്രേ ഉള്ളൂ. അത് അപ്പം ദേവസഭ ആ ബാലൻസ് ഒക്കെ പോണ മഞ്ജുവിനും ഇവർക്കൊക്കെ കാര്യം എത്രയും ചെല്ലി ഒറ്റക്കാലി നിൽക്കും. എന്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും മഞ്ജു വാര്യരെ ബിന്ദുജ മേനോനെ ഞങ്ങളോട് ഞങ്ങളുടെ അടുത്തല്ല, നമ്മുടെ അല്ല കുഴപ്പം. നമ്മുടെ മോണിറ്റർ വർക്ക് ചെയ്യാണ്ട് നമ്മൾ കുളവായിട്ട് മാഷിന്റെ കൂടെ അല്ലേ എനിക്ക് നിൽക്കാൻ പറ്റൂ. അതല്ല ഞാൻ പറയും, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്, നമ്മൾ ചുമ്മാ കാണരുത്. ഓക്കെ ഹരിചേട്ടാ. അമ്മയാ എന്താ സാർ? നന്നായിട്ട് പാടി അമ്മയാ. നൈസ്. താങ്ക് യു സാർ. അമ്മയുടെ ഇത്രയും പെർഫോമൻസസിൽ എനിക്ക് നല്ലതായിട്ട് തോന്നി ഈ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു സാർ. നല്ല സോങ് സെലക്ഷൻ, നല്ല ചോയ്സ്. ഇതിപ്പോ 2 റൗണ്ടിലും പാടാൻ പറ്റിയൊരു പാട്ടാണ് അല്ലേ? ഡിവോഷനിലും പാടാം, ഗിരീഷ് ഏട്ടൻ റൗണ്ടിലും പാടാം. നന്നായിട്ട് പാടി മോളെ. ഞാൻ അങ്ങനെ അധികം ഒന്നും എഴുതിയില്ല, എനിക്ക് ആ ഫീൽ നല്ല രസമായിട്ട് കിട്ടി. അതാണ് ഇതിന്റെ ഈ പാട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ശരത്തേട്ടൻ പറഞ്ഞു തന്നു, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിചേട്ടാ. അമ്മയ്യ മാർക്സ് ചോദിക്കാം. ഹരിചേട്ടാ ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സാർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക ഐ എം ഓൾസോ ഗിവിംഗ് യു 9. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ
മോളെ ഞാനൊരു 0.3 കുറയ്ക്കുകയാണ്. 9 മാർക്സ്. താങ്ക് യു സർ. ടോട്ടൽ 27 മാർക്സ്. അടിപൊളി. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.